നമസ്കാരം. ഭീകരതയ്ക്കെതിരെ പോരാട്ടം ഘടിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ഭീകരവാദത്തിന് വളമേകുന്നവരെ തുരത്താൻ കെൽപ്പുള്ള നയങ്ങളുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. രാജ്യത്തെ പ്രഥമ ഭീകരവിരുദ്ധ നയങ്ങൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ. ഭീകരതയോടും ഭീകരവാദികളോടും വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ച് പ്രഹർ എന്ന പേരിലാണ് പുതിയ നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭീകരർക്കും അവർക്ക് ഒത്താശ ചെയ്യുന്നവർക്കും പണവും ആയുധങ്ങളും താവളങ്ങളും ലഭിക്കുന്നത് തടയുകയും പ്രഹറിന്റെ ലക്ഷ്യമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ നയരേഖയിൽ പറയുന്നു. രാജ്യത്തും വിദേശത്തും ഉടലെടുക്കുന്ന ഭീകരത തടയുകയും തീവ്രവാദ ചിന്തകളിലേക്കും ഭീകര ആക്രമണങ്ങളിലേക്കും ആളുകളെ നയിക്കുന്ന സാഹചര്യങ്ങൾ ക്രമേണ ലഘൂകരിക്കുവാനുമുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനം. രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൈമാറി ഭീഷണികൾ നിർവീര്യമാക്കുകയും പുതിയ തന്ത്രമാണ്. ഇന്ത്യൻ നിയമങ്ങൾക്കു കീഴിലെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഭീകരർക്കുള്ള ധനസഹായ ശൃംഖലകൾ തകർക്കുന്നതിലാണ് ഊന്നൽ നൽകുകയെന്നും നയം വ്യക്തമാക്കുന്നുണ്ട്. സമൂഹത്തെ മുഴുവനും ഉൾക്കൊള്ളിക്കുന്ന സമീപനത്തിലൂടെ അന്താരാഷ്ട്ര ഭീകരവിരുദ്ധ ശ്രമങ്ങളുമായി പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ പലപ്പോഴും ഉണ്ടാകുന്ന അസ്ഥിരത ആക്രമണ സംഭവങ്ങളിലേക്ക് നയിക്കാറുണ്ട്. മേഖലയിലെ ചില രാജ്യങ്ങൾ ഭീകരവാദം രാഷ്ട്ര നയത്തിന്റെ ഉപാധിയായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും നയരേഖ എടുത്തു പറയുന്നു. എങ്കിലും ഇന്ത്യ ഒരിക്കലും ഭീകരവാദത്തെ ഏതെങ്കിലും മതം, വംശം, ദേശീയത അഥവാ സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെടുത്തിയല്ല കാണുക. ഭീകരതയെയും പ്രഖ്യാപിതമോ അല്ലാത്തതോ ആയ ലക്ഷ്യങ്ങൾക്ക് പ്രകടമായോ അല്ലാതെയോ ഭീകരതയെ ആരെങ്കിലും ഉപയോഗപ്പെടുത്തുന്നതിനെയും ഇന്ത്യ എക്കാലത്തും നിരാകരിച്ചിട്ടുണ്ട്. ഭീകരതയുടെ ഇരകളോടൊപ്പം നിലകൊള്ളുന്ന രാജ്യത്തിന്റെ ഉറച്ച വിശ്വാസം ലോകത്ത് നടക്കുന്ന അക്രമ സംഭവങ്ങൾക്ക് യാതൊരു നീതീകരണവുമില്ലാത്ത എന്നാണ് നയം വ്യക്തമാക്കുന്നത്. ഭീകരത ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കില്ല എന്നതാണ് സമീപനം. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ആഭ്യന്തര മന്ത്രാലയം നടത്തിയത്. രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഏതു വിധത്തിലുള്ള തീവ്രവാദ നീക്കങ്ങളെയും മുളയിലെ നുള്ളിക്കളയുവാനും ഭീകരവാദ ശൃംഖലകളെ വേരോടെ പിഴുതെറിയുവാനും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. വിവിധ സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം ശക്തമാക്കും. വിവരങ്ങൾ കൈമാറുന്നതിലും സംയുക്ത ഓപ്പറേഷനുകൾ നടത്തുന്നതിലും വേഗതയും കൃത്യതയും ഉറപ്പാക്കും. അത്യാധുനിക സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ച് ഭീകരവാദികളുടെ നീക്കങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തുവാനും തടയുവാനും സംവിധാനം ഒരുക്കും. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ അയൽ രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര ഏജൻസികളുമായുമുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കും. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം എത്തുന്ന വഴികൾ അടയ്ക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഹവാല ഇടപാടുകൾക്കും അനധികൃത സാമ്പത്തിക കൈമാറ്റങ്ങൾക്കുമെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും. രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് ഈ പുതിയ കർമ്മ പദ്ധതിയിലൂടെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കൃത്യമായ സമയപരിധിയോടെ ആസൂത്രണം ചെയ്തിരിക്കുന്ന പ്രഹർ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന് വലിയ കരുത്താണ് പകരുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.